നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 577 577. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർഗം 67. അതിൽ വിപ്രപത്നിയാനുഗ്രഹലീല എന്നുള്ളതിൽ 26ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞത് 26ാമത്തത് പ്രതിബന്ധങ്ങൾ ഒട്ടേതും വകവയ്ക്കാതെ ഈ വിധം വന്നണഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം അളവറ്റതാം എന്ന് ഭഗവാൻ ഈ വിപ്രപത്നിമാരോട് പറഞ്ഞു. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. പോട്ടെ. അപ്പോൾ ഇനി നമുക്ക് 27ാമത്തെ ശ്ലോകം നോക്കാം. ഇരുന്നിടുവിൻ ഈ ഞങ്ങൾ വല്ലതും ചെയ്തിടേണമോ. അത് ഭഗവാൻ പറയാണ്, ഇരുന്നിടുവിൻ ഈ ഞങ്ങൾ വല്ലതും ചെയ്തിടേണമോ. ജീവിതോദംശം അറിയും ബുദ്ധിയുള്ളവരേവരും സ്നേഹിക്കും എന്നെ ഈ വണ്ണം. വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറഞ്ഞത്. ജീവിത ഉദ്ദേശമറിയും ബുദ്ധിയുള്ളവരേവരും. ബുദ്ധിയുള്ളവർ ആരാണെങ്കിലും ജീവിതോദ്ദേശം എന്താണെന്ന് അറിയണവർ. എന്താ ജീവിതോദ്ദേശം? മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. അല്ലാണ്ട് 2 നില മാളിക 3 ആക്കുക, 3 6 ആക്കുന്നല്ല. അല്ലെങ്കിൽ സ്വിസ് ബാങ്കിൽ പൈസ ഇടുക, അതുമല്ല. ജീവിതോദ്ദേശം റെസ്പെക്റ്റീവ് ഓഫ്, അതായത് എനി കാഡർ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും മോക്ഷം ആഗ്രഹിക്കണം, മോക്ഷേശ്വക്കളാവണം. അപ്പോൾ ജീവിത ഉദ്ദേശമറിയും ബുദ്ധിയുള്ളവരും സ്നേഹിക്കും എന്നെ ഈ വണ്ണം. ഭഗവാൻ പറയണം, എന്നെ സ്നേഹിക്കാത്തവർക്ക് ജീവിതോദ്ദേശം എന്താണെന്ന് അറിയില്ല. അവരാണ് പുനരവി ജനനം പുനരവി മരണത്തിൽ കെട്ട് ഒഴലൂർ ദേവസ്വമായിട്ട് ജന്മം പാഴാക്കണത് എന്ന് ധ്വനി. എന്നിട്ടോ സ്നേഹിക്കും എന്നെ ഈ വണ്ണം തങ്ങളെക്കാളും എത്രയും. അവരവരെക്കാൾ നമ്മൾ ഈശ്വരന് പ്രിയായിരിക്കണം. അതല്ലേ ശരി? തനിക്ക് ചൂട്ടാ തൻപിള്ള നിലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ എൻ്റെ കുട്ടീനെ എടുത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് ഷോക്ക് അടിച്ചാൽ എന്താ ചെയ്യുക? ഞാൻ കുട്ടീനെയാണോ ശ്രദ്ധിക്കുക, എന്നെയാണോ ശ്രദ്ധിക്കുക? ഇത് എൻ്റേന്നല്ല, നമ്മുടെ എല്ലാവരുടെ കാര്യം അതാ. നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കണോടത്തോളം കാലം ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവരവരുടെ പണി നോക്കി പോകും. അവരവരുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ ഇതാണ് സത്യം. അപ്പോൾ ദേഹപുത്ര കളത്രാദിയേതും ആത്മാവകന്നിടിൽ. ദേഹം, പുത്രം, കളത്രം ഇവ ഏതും ആത്മാവ് അകന്നീടിൽ ശരീരത്തെ വാരി പുണരുവോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങിപ്പോയാൽ കളത്രം, ഭാര്യ ഭർത്താവ് പരസ്പരം ആശ്ലേഷിക്കുമോ പിന്നെ ഈ ശരീരത്തിന്? അത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും ശരി. അപ്പോൾ ഈ സനാതനധർമ്മത്തിലുള്ളത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ആൾ. അപ്പോൾ അത് ആരാണ് അപ്ലിക്കബിൾ ആവണ്ടെന്ന് വിചാരിച്ച് സ്വയം നരകം മതിയെന്ന് വിചാരിക്കണത്, അവരിത് വിട്ടുപോകും, അല്ലെങ്കിൽ വേറെ വല്ലതും തുടങ്ങും പുതുതായിട്ട്. അപ്പോൾ ഭഗവാനെ ഇച്ഛിക്കാതെ കണ്ട് അധോഗതിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ്. തമോ ഗുണപ്രധാനമായിട്ടും രജോ ഗുണപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇതന്നെയാണ് ഉദ്ദേശം. അപ്പോൾ പറഞ്ഞു, ദേഹപുത്രകളത്രാദിയേതും ആത്മാവകന്നീടിൽ പ്രിയമല്ല. അതിനാൽ ആത്മാവത്രേ സർവത്തിലും പ്രിയമല്ല. അതിനാൽ ആത്മാവത്രേ സർവത്തിലും പ്രിയം.
പാത്രങ്ങളൊക്കെയും മോറിയെത്തിക്കാം നിങ്ങൾ പോകുവിൻ. പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ മോറി വെടുപ്പായിട്ട് തുടച്ച് അവിടെ എത്തിക്കാം, പോയിക്കോളൂ, ഞങ്ങൾക്ക് വേണ്ട കാര്യമായി, നിങ്ങൾക്ക് വേണ്ട ഉപദേശം തരും ചെയ്തു. എന്നിട്ടോ പതിവ്രതകൾ വേട്ടോരെ വെറുപ്പിക്കായി ഒരിക്കലും. വാട്ട് ആൻ അഡ്വൈസ് എഴുതി വെച്ചിട്ടുണ്ട് ഞാനവിടെ. പതിവ്രതകൾ വിവാഹം കഴിച്ചവരെ വെറുപ്പിക്കരുത് ഒരിക്കലും. ഇതൊരു 8, 10, 12 വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ഡൈവോഴ്സുകൾ ഒഴിവാക്കാം. അതിനാൽ നിങ്ങൾ പോകണം പതിമാർ കരികത്തുടൻ. ഇവിടെ തൻ്റെ സതീർത്ഥ്യരെ ദേഷ്യപ്പെട്ട പുരുഷന്മാരെ കൂടി ഭഗവാൻ മിത്രമായിട്ട് കണക്കാക്കി. അല്ലെങ്കിൽ സ്ത്രീകൾ അവശ്യം ചെയ്യേണ്ട പ്രവൃത്തികളിൽ നിന്ന് അവർ പിന്തിരിയരുത് എന്ന വലിയ ഒരു ഉപദേശം അവിടെ കൊടുത്തു അല്ലേ. പതിവ്രതകൾ വേട്ടോരെ വെറുപ്പിക്കായി ഒരിക്കലും, അതിനാൽ നിങ്ങൾ പോകേണം പതിമാർ കരികത്തുടൻ. യജ്ഞം മംഗളമാവാൻ എന്നരുളി സർവബാന്ധവൻ വിപ്രപത്നികൾ ഈ വണ്ണം മഴൽ പൊണ്ടോതി മെല്ലവേ. യജ്ഞം മംഗളമാവാനെന്നരുളി സർവബാന്ധവൻ, എല്ലാവരിലും ബാന്ധവൻ എന്ന് പറഞ്ഞാൽ ബന്ധുത്വമുള്ള ആളാണ് ആരെ? ഈശ്വരൻ. എല്ലാവരിലും അണു വിടാതെ കണ്ട് അന്തര്യാമിയായിട്ട് ഭഗവാൻ അല്ലേ. ഈശ്വരീയതയിൽ വിശ്വസിക്കുന്നവരും ഈശ്വരീയത പ്രാപിക്കുന്നവരിലും ഇതിൽ വൈരുദ്ധ്യം പറഞ്ഞവരും ഈശ്വരനെ നിന്ദിക്കുന്നവരിലൊക്കെ ഭഗവാൻ ബന്ധുവാണ്. അതേപോലെ നമുക്ക് സാധിക്കണം. യജ്ഞം മംഗളമാവാനെന്നരുളി സർവബാന്ധവൻ വിപ്രപത്നികൾ ഈ വണ്ണം മഴൽ പൂണ്ടോതി മെല്ലവേ. അവർക്ക് പോകാൻ വിഷമമുണ്ട്. അവർ പറയാണ്, ചൊല്ലായികായി മട്ടിൽ നിൻ പാദാശ്രിതർ. ഇങ്ങനെ പറയരുത് ഭഗവാനെ, ഞങ്ങൾ അങ്ങയുടെ പാദത്തെ ആശ്രയിച്ച് വന്നിട്ടുള്ളവരാ. ചൊല്ലായികായി മട്ടിൽ നിൻ പാദാശ്രിതർ പിന്നീടൊരിക്കലും ഗൃഹകൂപത്തിൽ വീഴല്ലെന്നല്ലോ ഘോഷിപ്പൂ വേദവും. വേണ്ടതെന്താണെന്ന് അറിഞ്ഞാൽ അവർ ആ ഭഗവത് ചരണാരവിന്ദത്തെ പ്രാപിക്കാനുള്ള ധൃതിയിലിരിക്കാന്നല്ലാണ്ട് ഗൃഹമാകുന്ന കൂപത്തിൽ വീഴാൻ പാടില്ല. അതിനെന്ത് വേണം? വിവാഹം കഴിക്കാതെ ഇരിക്കണം. ചൊല്ലാക ഈ മട്ടിൽ നിൻ പാദാശ്രിതർ പിന്നീടൊരിക്കലും ഗൃഹകൂപത്തിൽ വീഴില്ലെന്നല്ലോ ഘോഷിച്ചു വേദവും. മറ്റു വല്ലോരും മോദിയിടിൽ ഞങ്ങൾക്കില്ലൊരു വാദവും. സാധാരണക്കാരാണ് ഞങ്ങളോടിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചാൽ ഞങ്ങൾ സാറില്ലെന്ന് വിചാരിക്കും. അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ പറയാൻ പാടുമോ? മറ്റു വല്ലോരും മോദിയിടിൽ ഞങ്ങൾക്കില്ലൊരു വാദം. ഇപ്പോൾ ഇവിടെ രസകരമായിട്ടൊരു കാര്യം നടന്നു. ജസ്റ്റ് ഒരു 10 minutes ബാക്ക് ഞാനിവിടെ വന്ന് ഇരിക്കുമ്പോൾ പുതിയ വാട്സപ്പ് വല്ലതുണ്ടോ നോക്കുകയാണ്, മെസ്സഞ്ചർ വല്ലതുണ്ടോ നോക്കി. അതിലൊരാൾ ഒരു മാസമായിട്ടേ ഉള്ളൂ എൻ്റെ ഫ്രണ്ടായിട്ട്. മൂപ്പര് ഈ നൊച്ചൂർ വെങ്കട്ടരാമൻ സാറിൻ്റെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ അദ്ദേഹം അത് മാത്രം കേൾക്കുക പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു നീരസം ഉണ്ടായി അദ്ദേഹത്തിനോട്. കാരണം നമ്മൾ ആരും കടുംപിടുത്തം പിടിക്കരുത്, പറഞ്ഞോഷയില്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിനെ നീരസപ്പെടുത്തിയില്ല. ഞാനിത് മനസ്സിലാക്കിയ കാരണം അപ്പം ഇന്നുണ്ട് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടാണ്. അടുത്ത ഒരു തിങ്കളാഴ്ച തൊട്ട് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ ഭാഗവത സത്രം ഗുരുവായൂർ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ജനറൽ ബോഡിയാണ്. അപ്പോൾ പുതിയ മെമ്പേഴ്സിന് ആദ്യം ചെന്ന് മറ്റുള്ളവർ രജിസ്ട്രേഷൻ പുതുക്കണം, മറ്റുള്ളവർക്ക് പുതിയ രജിസ്ട്രേഷൻ എടുക്കാം, താങ്കൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തില്ല. അപ്പോൾ ഞാൻ എഴുതി, സർ താങ്ക് യു വെരി മച്ച്. ഞാൻ എല്ലാ എന്താണ് പറയുക, എല്ലാറ്റിൽ നിന്നും ഒതുങ്ങിക്കൂടി ജീവിക്കാൻ തുടങ്ങിയ ഒരാളാണ്. ഇനി കൂടുതൽ എൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. താങ്ക് യു ഫോർ യുവർ കൈൻഡ് നോട്ടീസ് പറഞ്ഞ ഒഴിവായി.
അപ്പോൾ എനിക്ക് ഇതാണ്, ഗൃഹകൂപത്തിൽ വീടില്ലെന്നല്ലോ ഘോഷിച്ചു വേദവും, മറ്റു വല്ലോരും മോദിയിടിൽ ഞങ്ങൾക്കില്ലൊരു വാദവും, സർവജ്ഞനാകും അവിടുന്ന് ഇത്ര നിർദ്ദയനാകല. അല്ലേ? എനിക്ക് ചെയ്യേണ്ടതൊക്കെ ഞാൻ പരമാവധി ചെറിയ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് മതി. ഇനി എനിക്ക് സത്രത്ത് പോയി പ്രഭാഷണം, ഒന്നാമത് ഈ സത്രം എന്നുള്ള വാക്കന്നെ എനിക്ക് ഭാഗവതം ആക്സെപ്റ്റ് ചെയ്യണില്ല, സത്രം. കാരണം എന്താ, അതൊരു ബോംബാർഡിങ് സ്റ്റൈൽ എന്നല്ലാതെ കണ്ട് സത്രം 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം കഴിച്ചിട്ടും ഈശ്വരീയത എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് പിന്നെ ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ശൗനകാദികൾ സൂതനെ സ്വീകരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ പലവർക്കും മേലാളന്മാരായിട്ട് നടക്കണം, പല സ്ഥലത്തും പോയി താമസിക്കാം. കയ്യിൽ കാശുള്ളവർക്ക് ഈ മുടി ഉണ്ടെങ്കിൽ ചാച്ചും ചെരിച്ചും കെട്ടാമെന്നൊരു ചൊല്ലുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒതുങ്ങിക്കൂടി ഇങ്ങനെ ജീവിക്കുക, നാരായണ 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 അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെനിക്ക് വളരെ ഇഷ്ടമായി. സർവജ്ഞനാകും അവിടുന്ന് എത്ര നിർദ്ദയനാകല, ഭർത്താവും അച്ഛനും മറ്റും കൂട്ടാക്കിയിടാത്ത ഞങ്ങളെ കൈകൊള്ളുകില്ല, കൊള്ളേണ്ട നീയേ ഗതി മഹാപ്രഭോ. ആ ഒരു അവസരം ഒന്ന് ആലോചിച്ച് നോക്കണം. ഭർത്താവും അച്ഛനും മറ്റും കൂട്ടാക്കിയിടാത്ത ഞങ്ങളെ കൈകൊള്ളുകില്ല, കൊള്ളേണ്ട നീയേ ഗതി മഹാപ്രഭോ. എൻ്റെ അവസ്ഥ ഇതാണ്. ഇനി എവിടെയും പോകേണ്ട ആവശ്യമില്ല. നീയേ ഗതി മഹാപ്രഭോ. ഭഗവാൻ അരുളി ചെയ്തു, ഭർത്താവ് എന്നല്ല സർവരും എന്നെ സ്നേഹിക്കയാലെന്നും മാനിക്കും ഇനി നിങ്ങളെ. നിങ്ങൾ അങ്ങനെ പറയണ്ട. ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രീഭൂതരായാൽ നിങ്ങളെ ആരും വെറുക്കില്ല. കാളിയന് കൊടുത്ത ഉപദേശം പോലെയാണ്. കാളിയാ, എൻ്റെ പത്തിയിൽ എൻ്റെ പാദമുദ്ര അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നീയെ കുലശത്രുവായിരിക്കുന്ന ഗരുഡനിൽ നിന്ന് ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ ഈ മട്ട് എൻ കൂടെ വാണീട്. അപ്പോൾ പറഞ്ഞു, ഭഗവാൻ അരുളി ചെയ്തു, ഭർത്താവെന്നല്ല സർവരും എന്നെ സ്നേഹിക്കയാലെന്നും മാനിക്കും നിങ്ങളെ. എന്നിട്ട് 36ാമത്തെ ശ്ലോകം കുറച്ചും കൂടി കടുപ്പിച്ച് പറഞ്ഞു അദ്ദേഹം. ഈ മട്ട് എൻ കൂടെ വാണീടിലല്ല നിങ്ങൾക്ക് ഭൂഷണം. അല്ലേ? ഈ സമയത്ത് നിങ്ങളെല്ലാം എറിഞ്ഞു വിട്ട് സന്യാസിയായിട്ട് എൻ്റെ കൂടെ താമസിക്കലല്ല ഭൂഷണം. ഉൾക്കാമ്പെന്നിലുറച്ചിടാൻ വേർവാടാം പരമോത്തമം. എന്താ ഭഗവാന്റെ വാക്ക് 100ന് 110%. ഉൾക്കാമ്പെന്നുലറിച്ചിടാൻ, എന്നിൽ പരമമായ ഭക്തി ഉറയ്ക്കാൻ നല്ലത് വേർപാടാം പരമോത്തമം. സത്യമാണ്. ഞാൻ ഓരോ നല്ല ഫ്രണ്ട്സായിട്ട് കൂടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുതിയ ഫ്രണ്ട്സിനെ എടുക്കുക. ചിലവർ എൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നോളന്നില്ല. അപ്പം ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ കാര്യവും അവർ ചോദിക്കാതെ കൊണ്ട് ഞാനോട് പറയും. എന്താ എന്നാൽ പിന്നെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കില്ലല്ലോ. ഇവിടെ അതേമാതിരിയാണ്. എന്ത് ഉൾക്കാമ്പിൽ ഈശ്വരീയത ഉറയ്ക്കാൻ എന്താ നല്ലത്? വേർപാട്. അപ്പോൾ 73 പട്ടാമ്പിയിൽ നിന്ന് ഭഗവാൻ തലമപ്പന്തൽ ഓടി കളിച്ച് എന്നെ പുറത്താക്കി, ഞങ്ങളെ പുറത്താക്കി, ഒഴലൂർ ദേവസ്വമാക്കി, ഞങ്ങളെ വാട്ടി എടുത്ത്. അല്ലേ? എന്തിനാണ് വാട്ടിയെടുക്കണത്? ഈ ചോറൊക്കെ പൊതിയണമെങ്കിൽ ഇല വാട്ടണം, എന്നാലേ പൊളിയാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഓട്ട വീറും, പൊട്ടും. അപ്പോൾ ആ വാട്ടിയത് എനിക്ക് വളരെ ഉപകാരമായി. എന്താ, പുറംനാട്ടിൽ പോയി നല്ലൊരു ജോലി, നല്ല ഒരു പെൻഷൻ, അത്യാവശ്യം ഭഗവാൻ എനിക്ക് കരുണാകരൻ പിള്ള സാറിനെ അങ്ങോട്ട് അയച്ചു, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ഒരു എന്താണെന്ന് പറയുക, ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ഗുരുനാഥനെ കിട്ടി. അതൊരു പ്രസ്ഥാനമായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോയാലും ഞാൻ എന്താണെന്ന് പറയുക, ആ ദീപസ്തംഭത്തിൻ്റെ അവിടുന്ന് അല്ലെങ്കിൽ പിന്നെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരം വിട്ടിട്ടാൽ ഞങ്ങൾ സംസാരിക്കുള്ളൂ. മനസ്സിലായി? അത് അദ്ദേഹത്തിന് അറിയാം. ഞാൻ തന്നെ എല്ലാവരോടും പറയാം,
ബാലാഗ്രസതഭാഗസ വിസ്തരസേകോ ജീവ. പിന്നെ ഞാൻ പോയിട്ട് എന്തിനാ തിരക്കണത്? അതാണ് എനിക്ക് വളരെ ഇഷ്ടമായി. ഉൾക്കാമ്പെന്നുലുറിച്ചിടാൻ വേർവാടാം പരമോത്തമം. പിന്നെ 37 അവസാനത്തെ ശ്ലോകം. ഇതുവിധം അരവിന്ദാക്ഷൻ്റെ വിജ്ഞാപനം, പരസ്യം എല്ലാവർക്കും ഉള്ളതാ. വിജ്ഞാപനം കേട്ട് അതുലചരിതമാം, തുല്യമല്ലാത്ത ഈ ചരിതം വിപ്രപത്നീ ജനങ്ങൾ പതികളുടെ സമീപം ചെന്ന് സത്രം സമാപിപ്പവൾ അവിടെ അവയിടം ഇയറ്റി ശുദ്ധഭക്തി പ്രവാഹം. അതായത് അവിടെ അവർ ശുദ്ധഭക്തി പ്രവാഹം സ്വീകരിച്ചു അവരെല്ലാവരും. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ സപ്തഷഷ്ടിതസമസർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 68 സർഗം ബ്രാഹ്മണരുടെ പശ്ചാത്താപം. ചെയ്തത് തെറ്റായിപ്പോയി, അവരവരുടെ ഭാര്യമാരുടെയൊക്കെ കിട്ടിയിട്ടുള്ള സൗഭാഗ്യം നമ്മൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് അവർക്കൊരു പശ്ചാത്താപം ഉണ്ടായി. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അശോകച്ചോട്ടിലെ 8 പന്തിയായ അതിഭംഗിയിൽ അമ്പാർ നിരത്തി ഏവർക്കും ഇലവെച്ച് അഖിലേശ്വരൻ. ഈ കുട്ടികൾ കുറേ ഉണ്ടാവേ. അപ്പോൾ ആ അശോകച്ചോട്ടിൽ 7-8 പ്രാവശ്യം കുട്ടികളെ വരുക്കിയിരുത്തി ഈ ആഹാരമൊക്കെ ഭഗവാൻ തന്നെ വിളമ്പി കൊടുത്തു. ഭഗവാൻ അതിലൊക്കെ വലിയ താല്പര്യമാണ്. അശോകച്ചോട്ടിൽ 7-8 പന്തിയായി, പന്തി എന്ന് പറഞ്ഞാൽ വരികളായിട്ടെന്നൊക്കെ പറയാം. ഫേസ് ടു ഫേസ് ആണ്. അന്നദാനത്തിന് മാത്രം ഫേസ് ടു ഫേസ്, വേറൊരാളുടെ പൃഷ്ഠം നോക്കിയിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഫേസ് ടു ഫേസ് ആണ് ഇരുത്തുക. അങ്ങനെ ഒരു 7-8 പന്തിയായിട്ട് എല്ലാവർക്കും ഭഗവാൻ മൃഷ്ടാന്നം സദ്യ വിളമ്പി കൊടുത്തു. അമ്പാർ നിരുത്തിയേവർക്കും ഇലവെച്ച് അഖിലേശ്വരൻ ചോറും മറ്റും എടുത്തിടെ ചങ്ങാതികളും ഏട്ടനും ഓരോന്നോരോന്നെടുത്തെങ്ങും വേണ്ടുവോളം വിളമ്പവേ. പഴക്കുലയിൽ ഇരിഞ്ഞോരോ പശുക്കൾ കേകിമെല്ലവേ. പഴക്കൊല അവർ മാത്രമല്ല കഴിച്ചത്, ഈ 2 ഇരുന്ന് പിന്നെ അതൊന്ന് ഇരിഞ്ഞ് പശുക്കൾക്ക് കൊടുത്തു ഭഗവാൻ. അതാണ് ഭക്തവാത്സല്യം. എല്ലാവരിലും ഒരേപോലെയാണ് ഭഗവാൻ. പഴക്കൊലയിൽ ഇരിഞ്ഞോരോ പശുക്കൾ കേകിമല്ലവേ. ഒപ്പം താനും ഇരുന്നുണ്ടു സന്തോഷിച്ചു മഹാപ്രഭു. ഇതിനേക്കാൾ വേറെ വലിയൊരു മണിയടിച്ചു. മഹാപ്രഭു എന്ന് പറയുമ്പോഴേക്കും ഗുരുവാമ്പലത്തപ്പൻ്റെ നട തുറക്കുകയാണ്. അതാ, വേറെ വല്ല സ്ഥലത്തുമല്ലല്ലോ മഹാപ്രഭു. ഇതന്നെയാണ് നിമിത്തം എന്ന് പറയാം. ഐ ആം ബ്ലസ്ഡ്. ഞാൻ അത്രേ പറയുള്ളൂ, എനിക്ക് വേറൊന്നും പറയില്ല. കരുണാനിധി മാധുര്യമഹോദതി. കരുണാനിധി ഭഗവാൻ ആരാ? കരുണാനിധി, കാരുണ്യനിധി. മാധുര്യമഹോദതി, കാരുണ്യത്തിൻ്റെ മഹാസമുദ്രമാണ് പറയണത്. കരുണാനിധി മാധുര്യമഹോദതി. ജഗത്തിനെ അനുഗ്രഹിച്ചാനെന്നേക്കും ഈ വണ്ണം മർത്യലീലയാൽ. ജഗത്തിനെ അനുഗ്രഹിച്ചാനെന്നേക്കും ഈ വണ്ണം മർത്യലീലയാൽ. മനുഷ്യനായി പറഞ്ഞിട്ട് അറയ്ക്കുള്ളിൽ അടച്ചിട്ടുള്ളോരേതോ സ്വാധിയത്രയും. അപ്പോൾ ഈ ബ്രാഹ്മണ സ്ത്രീകൾ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഒരു സ്ത്രീനെ പോവാൻ സമ്മതിച്ചില്ല, വാതിലിട്ടടച്ചു. അറയ്ക്കുള്ളിൽ അടച്ചിട്ടുള്ളോരേതോ സാധ്യത്രയും നീറിയിടും മുൾത്തടം കൊണ്ടു നീരജാക്ഷനോടിങ്ങനെ പ്രാർത്ഥിച്ചാൾ. ഈ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം പ്രാപിക്കാന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കല്ല, അർത്ഥിക്കുക ചെയ്യണം. ഇറക്കുകയാണ് ഭഗവാനോട്. ഇനി നോക്കിക്കോളൂ. പ്രാർത്ഥിച്ചാൽ നിൻ മുഖാംഭോജം കാൺമേതെങ്ങിനെ ഞാൻ പ്രഭോ. കണ്ടില്ലല്ലോ ഭഗവാനെ അങ്ങയെ ഞാൻ. എൻ്റെ ഒപ്പമുള്ളവരൊക്കെ ഓടിയെത്തി എന്നെ എൻ്റെ ഭർത്താവ് അറയിൽ അടച്ചു പൂട്ടി. പ്രാർത്ഥിച്ചാൽ നിൻ മുഖാംഭോജം കാൺമേതെങ്ങിനെ ഞാൻ പ്രഭു. ആപത്തിൻ്റെ അടിത്തട്ടിൽ ഒഴുമെന്നെ മറക്കൊല.
ആപത്തിൻ്റെ അടിത്തട്ടിൽ ഒഴുകും എന്നെ മറക്കൊല. എന്താ ഒരു കോൺവെർസേഷൻ! ഭഗവാനെ, അടിയനെ മറക്കരുതേ, അടിയനെ മറക്കരുത്. ആപത്തിൻ്റെ അടിത്തട്ടിൽ ആഴും, അടിത്തട്ടിൽ ആഴും എന്നെ മറക്കല. ഗജേന്ദ്രനെ തുണച്ചുള്ള നീയേ ഗതി എനിക്കിനി. പറയാണ്, ഗജേന്ദ്രനെ തുണച്ചുള്ള നീയേ ഗതി എനിക്കിനി. ഭാവ തീവ്രത പൂണ്ടൻ മട്ടവരംബുജനേത്രനെ. ഭാവതീവ്രത പൂണ്ട് അമ്മട്ട് അവർ അംബുജനേത്രനെ. പ്രാപിച്ചാൽ നിമിഷം കൊണ്ട് പോയി. ഹരേ എഴുതിയിട്ടുണ്ടവിടെ. ഇത് വായിച്ച സമയത്ത് മൂലം നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് മലയാളത്തിൽ നമുക്ക് അതിൻ്റെ ഓരോ ബിറ്റും സ്വാതന്ത്ര്യം ഉണ്ട് അനുഭവിക്കാൻ. പ്രമോഷയില്ലേ? അപ്പോൾ പ്രാപിച്ചാൽ നിമിഷം കൊണ്ട്, അപ്പോൾ ഈ പ്രാപിച്ചാൽ ഞാൻ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. പ്രാപിച്ചാൽ നിൻമുഖാം, പ്രാർത്ഥിച്ചാൽ നിൻമുഖാം ബോധം കാൺമതങ്ങിനി ഞാൻ പ്രഭോ. ആപത്തിൻ്റെ അടിത്തട്ടിൽ ഒഴുകും എന്നെ മറക്കൊല. ഗജേന്ദ്രനെ തുണച്ചുള്ള നീയേ ഗതി എനിക്കിനി. ഭാവ തീവ്രത പൂണ്ട് അമ്മട്ട് അവർ അംബുജനേത്രനെ. പ്രാപിച്ചാൾ നിമിഷം കൊണ്ട് മഹാസൗഭാഗ്യശാലിനി. അവരാരാ? മഹാസൗഭാഗ്യശാലിനി. കൂടുവിട്ടുടൻ അമ്പാർന്നു പറന്നു ചെറുപെൺകിളി. കൂടുവിട്ട് പറന്നു ചെറുപെൺകിളി. പരബ്രഹ്മത്തിൽ ലയിച്ചു, മഹാപ്രഭുവിനുള്ളിൽ ലയിച്ചു. ഭൗതികാശ വെടിഞ്ഞോരെ തടയാനാരും മന്നിതിൽ. പത്നിമാരുടെ ഭാഗ്യം കണ്ട കഥാരിങ്കലെത്രയും. അൾട്ടിമേറ്റ്, ദർ ഇസ് നത്തിങ് ബിയോണ്ട് ദിസ്. ഏത്? ഭൗതികാശ വെടിഞ്ഞോരെ, ഭൗതികാശ വെടിഞ്ഞോരെ. ഇനഫ്. ഭൗതികാശ വെടിഞ്ഞോരെ തടയാൻ ആര് മന്നിതിൽ? ഈ ഭൂമിയിൽ ആരുമില്ല. പത്നിമാരുടെ ഭാഗ്യം കണ്ട കഥാരിങ്കലെത്രയും. പശ്ചാത്തപിച്ചു കൊണ്ടോതീ യാജ്ഞകന്മാർ മനീഷികൾ. യാജ്ഞകന്മാർ യജ്ഞം ചെയ്യുന്ന ആൾക്കാരെ എന്നർത്ഥം. പശ്ചാത്തപിച്ചു കൊണ്ടോതി പറഞ്ഞു യാജ്ഞികന്മാർ മനീഷികൾ. മർത്യവേഷത്തിൽ വന്നുള്ള മഹേശ്വരനെ ഈ വിധം. അതുകൊണ്ടാണ് അതിഥി ദേവോഭവ, അതിഥി ദേവനാണെന്ന് സങ്കല്പിച്ച് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം. മർത്യവേഷത്തിൽ വന്നുള്ള മഹേശ്വരനെ ഈ വിധം അവമാനിച്ചു പോയല്ലോ കഷ്ടം. ഈ നമ്മളെ വരും ഭഗവത് ശരണാംബോധ ഭക്തി മാധുരി മന്നിതിൽ. ഓർത്താലാണുങ്ങളെക്കാളും സ്ത്രീകൾ കാണില്ല സംശയം. ഇത് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ 99കളിൽ എന്താ പറയുക, ദോംബിയിൽ SNDP സെൻറ്ററിൽ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ പേരിനൊരു ഒന്നരണ്ടല്ല 4-5 ആൾക്കാരുണ്ടായിരുന്നു. ഒരു പിന്നെ രാധാകൃഷ്ണൻ, പാവം ഇപ്പോൾ ഇല്ല, നോ മോർ. പിന്നെ ഒരു ബാബുവേട്ടൻ, പിന്നെ SNDP സെൻറ്ററിൻ്റെ ആൾക്കാർ. അതിൽ ഒരാൾ സുദർശനൻ, അതിൻ്റെ മുമ്പൊരാളുണ്ടായിരുന്നു വളരെ നീളത്തിലെ പേര് ഞാൻ മറന്നു. അങ്ങനെ മനസ്സിലായില്ലേ? പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ മർത്യവേഷത്തിൽ വന്നുള്ള മഹേശ്വരനെ ഈ വിധം അവമാനിച്ചു പോയല്ലോ കഷ്ടം. ഈ നമ്മളേവരും ഭഗവത് ശരണാംഭോജ ഭക്തി മാധുരി മന്നിതിൽ. ഓർത്താൽ ആണുങ്ങളെക്കാളും സ്ത്രീകൾ കാണില്ല സംശയം. ഗായത്രി തൊട്ട മന്ത്രങ്ങൾ മുടങ്ങാതെ ജപിപ്പതും, ഗായത്രി തൊട്ട മന്ത്രങ്ങൾ മുടങ്ങാതെ ജപിപ്പതും, വാരം തെറ്റാതുരുവതും വാക്യാർത്ഥങ്ങൾ ഉരപ്പതും,
വാരം തെറ്റാതെ, വാരം എന്ന് പറഞ്ഞാൽ ദിവസം, അല്ലെങ്കിൽ തേവാരം, വാരം, വാരം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങിനെ വാരം എന്നാണ് പറയുക. വാരം ഇരിക്കൽ, അമ്പലത്തിൽ വാരം ആണെന്ന് പറയും, വാരം ഇരിക്കൽ എന്നൊക്കെ പറയും. വാരം തെറ്റാതോതുവതും, വാരം തെറ്റാതോതുവതും പിന്നെ പഠിച്ചതൊക്കെ എന്താണെന്നാ പറയുക, വരി തെറ്റാതെ കണ്ട് പറയുന്നവരെന്ന് അർത്ഥം എടുക്കാം. വാക്യാർത്ഥങ്ങൾ ഉരുപ്പതും, അർത്ഥശകലങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുക, അർത്ഥങ്ങൾ സംവാദരൂപേണ ചോദിക്കുക, പറയുക. വാക്യാർത്ഥങ്ങൾ ഉരുപ്പതും പാഴേ മേന്മകളും ചൊല്ലി അഭിജാത്യം നടിപ്പതും. നമസ്കാരം, അവിടെ നമസ്കാരം എന്ന് എഴുതിയണത്. പാഴേ മേന്മകളും ചൊല്ലി അഭിജാത്യം നടിപ്പതും ഭക്തിഭാവം മകക്കാമ്പിൽ ഉദിക്കാകിൽ ഇതൊക്കെയും അഹങ്കാരത്തിനൊട്ടേറെ കട്ടിക്കൂട്ടുക മാത്രമാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ 24 അവേഴ്സും വ്യാപൃതനായാൽ ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ സത്രത്തിന് മെമ്പർഷിപ്പ് എടുക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവാത്തത്. അപ്പോൾ എനിക്ക് കാലത്ത് എന്താണെന്നാ പറയുക, ശ്രീമദ് ഭാഗവതം പറയണം, വൈകുന്നേരം ശ്രീകൃഷ്ണ കഥാമൃതം പറയണം. ഇനി ഞാൻ ഗുരുവായൂർ പോയി മെമ്പർഷിപ്പ് എടുത്തു, അടുത്ത സത്രത്തിൽ അവരൊരു സ്ലോട്ട് പ്രഭാഷണം തന്നാൽ എനിക്ക് വീട് വിട്ട് പോകാനും പറ്റില്ല. പിന്നെ ഞാൻ എന്തിനാ പ്രശ്നം? വീട്ടിലിരുന്നിട്ട് വിചാരിക്കുമ്പോഴേക്കും കണ്ണു നിറയ്ക്കാം, ആനന്ദബാഷ്പം. ഇത്ര അടുത്ത പരമശിവൻ സാക്ഷിയാണ്, മണിയടിച്ച് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭക്തിഭാവം മകക്കാമ്പിലുദിക്കാകിൽ ഇതൊക്കെയും അഹങ്കാരത്തിനൊട്ടേറെ കട്ടികൂട്ടുക മാത്രമാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവയ്ക്കൊക്കെയും മുൾത്തിങ്ങും പൊരുളോർക്കാതെ കേവലം കഴമ്പ് വിട്ട് അതിൻ തൊണ്ടിൽ പിടികൂടുന്ന മാതിരി. കഴമ്പ് വിട്ട് അതിൻ തൊണ്ടിൽ പിടികൂടുന്ന മാതിരി. ഈ ആവശ്യമില്ലാത്ത വാഗ്വാദം ഒരു ഉപകാരം ചെയ്യില്ല. വാശി നാശാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവയ്ക്കൊക്കെയും ഉൾത്തിങ്ങും പൊരുളോർക്കാതെ, എല്ലാറ്റിനും ഉള്ളിലുള്ള പൊരുളിനെ ബഹുമാനിക്കാതെ കണ്ട്, ഇല്ലേ, എന്താ പറയുക, നമ്മുടെ 2-3 കൊല്ലം മുമ്പേ മൂകാംബികയിൽ തേര് എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ ഭഗവതീനെ എഴുന്നള്ളിക്കുമ്പോൾ നാണയം എറിയും. അത് കൈകൊണ്ട് പിടിച്ച് എടുക്കുന്നതല്ല, ആൾക്കാർക്ക് ചവിട്ടി മെതിച്ച് തേര് അതിൻ്റെ മുകളിൽ കൂടെ പോയി 1-2 ആൾക്കാർ മരിക്കുന്നുണ്ടായി. അതേപോലെ പല സ്ഥലത്തും. എന്തിനാണത്? ഉൾപ്പൂവിൽ അല്ലേ, പ്രമാണ ഭക്തിയോടുകൂടി ഇരിക്കുന്ന ചൈതന്യത്തിനെ നമുക്ക് കാണാൻ കുറച്ചൊരു വിജ്ഞാനം ഉണ്ടായാൽ പോരെ? അതുണ്ടാക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? അവയ്ക്കൊക്കെയും മുൾത്തിങ്ങും പൊരുളോർക്കാതെ കേവലം കഴമ്പ് വിട്ട് അതിൻ തൊണ്ടിൽ പിടിക്കുന്ന മാതിരി. പുറം കാര്യങ്ങളിൽ തന്നെ മോടി കൂട്ടുകയാണു നാം. ശരിയല്ലേ? ഡിൻ ഡിൻ മേളം, കുഴലുമറിച്ചിൽ, പഞ്ചമത്തള കേളി, വാട്ട് നോട്ട്, അല്ലേ, കമ്പം കത്തിക്കൽ, അമിട്ട് വേണം, ഡൈനാമിറ്റ് വേണം, ഒക്കെ വേണം. ബാഹ്യപ്രപഞ്ചത്തിലുള്ള രതി. പുറം കാര്യങ്ങളിൽ തന്നെ മൂടി കൂട്ടുകയാണു നാം. ഭക്തിയില്ലാതെ എന്തെന്തു ചെയ്താലും അത് നിഷ്ഫലം. ഭക്തിയില്ലാതെ, ഞാൻ പറയാറില്ലേ, പൂരം ദിവസം ഷൂട്ട് കയറാമെന്ന അമ്പലത്തിൽ. അപ്പോൾ ഭക്തന്മാർ മാത്രമാണോ അവിടെ വരുന്നത്? അപ്പോൾ അല്ല, വെറുതെ ചൂഷണം ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളുടെ പാദസരം പിടിച്ച് കക്കാനും, അല്ലെങ്കിൽ കാതിലത്തെ വലിക്കാനും, കഴുത്തിലത്തെ വലിക്കാനും, പെണ്ണുങ്ങളെ തിരക്കാനും. അപ്പോൾ പറഞ്ഞു, ഭക്തിയില്ലാതെ എന്തെന്തു ചെയ്താലും അത് നിഷ്ഫലം. ഭഗവന്മായ ബാധിക്കാതിരിപ്പാൻ ഭക്തി മാത്രമാം. ഭഗവന്മായ ബാധിക്കാതിരിപ്പാൻ ഭക്തി മാത്രം മതിയെന്ന. നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ. നാരായണനെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ
മാർഗം ഈ മണ്ണിൽ മറയും ഘോഷിച്ചിടുവതാവിധം. മറയും എന്ന് പറഞ്ഞാൽ വേദങ്ങളെന്നർത്ഥം. വേദങ്ങളും പറയണത് അതാ. മറിയും ഘോഷിച്ചിടുവതാവിധം ഭാവുകാത്മാക്കൾ അരുളിക്കേട്ട് നീയിടെ കേട്ടേൻ ഈയിടെ വാസ്തവം. ഋഷീശ്വരന്മാർ പറഞ്ഞ് കേട്ടു എന്നാ ഈ വാസ്തവം. ഭാവുകാത്മാക്കൾ മഹാ ഋഷി തുല്യന്മാരായിട്ടുള്ളവർ അരുളിക്കേട്ടേൻ ഈയിടെ വാസ്തവം. ഭക്തിയില്ലാതെഴും കർമ്മം അക്കമില്ലാത്ത പൂജ്യമാം. അക്കമില്ലാത്ത പൂജ്യമാം. എൻ്റെ ഗുരുനാഥൻ വളരെ ഏണസ്റ്റ് വേ ഓഫ് എക്സ്പ്രഷൻ പറഞ്ഞു. പൂജ്യനായ എന്നെ പൂജ്യനാക്കിയെന്ന. അത് അദ്ദേഹത്തിൻ്റെ ബടാപ്പൻ, അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി. പക്ഷെ ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടതിൻ്റെ ശേഷം ഓരോ എപ്പിസോഡിലും അദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് വരും. ശ്രീ ഗുരുഭ്യോ നമഃ എന്ന് പറയുന്നത് മാത്രമല്ല, അദ്ദേഹമായിട്ടുള്ള എന്താണാ പറയുക, കൂടിക്കാഴ്ചകൾ, അതിൽ നിന്നായിട്ടുള്ള നേട്ടങ്ങൾ. മനസ്സിലായില്ലേ? എന്നപ്പോൾ ഒരു കാര്യം സത്യമാണ്, അദ്ദേഹം 95 കർക്കിടക മാസം 32 പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ബാങ്കിലുള്ളതൊക്കെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി എനിക്ക് അടയ്ക്കാൻ സാധിക്കില്ല. അത്രയും വലിയൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ഇൻട്രസ്റ്റ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണു, കുറേശ്ശെ ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണത്. അത് ഞാൻ ടിൽ ദി ലാസ്റ്റ് ബ്രെത്ത് അത് കണ്ടിന്യൂ ചെയ്യുന്ന. അങ്ങനെ ഉണ്ടല്ലോ. എന്താ പറയാം, എല്ലാം ഭഗവാൻ നോക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഭാവുകാത്മാക്കൾ അരുളിക്കേട്ടേ നീയുടെ വാസ്തവം. ഭക്തിയില്ലാതെഴും കർമ്മം അക്കമില്ലാത്ത പൂജ്യമാം. മറ്റുള്ളവർക്കുപദേശിക്കും മഹാബ്രാഹ്മണരായ നാം. ഇതാരുടെ വാക്കാ? യജ്ഞ ശിരോമണികൾ ഭഗവാനിതാ വന്നിരിക്കണോ, കുറച്ച് ആഹാരം വേണം പറയുമ്പോൾ കൊടുക്കാത്തവർ പറയാ, മറ്റുള്ളവർക്കുപദേശിക്കും മഹാബ്രാഹ്മണരായ നാം. ആത്മകാര്യം വരുമ്പോഴേക്ക് ഈ വിധം മൂഢരാകയാം. ഇവിടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പേജുകളൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഗുരുവായൂരിക്കുള്ള കുങ്കുമപ്പൂക്കളിലടക്കം എന്താണെന്ന് പറയുക, മായ എന്നാണ് പറഞ്ഞത്. ഇത് അന്ന് എഴുതി വെച്ചതാ, ഇത് പഠിക്കുന്ന സമയത്ത് പേപ്പറിൽ വന്നിട്ടുള്ളതാ. ഗുരുവായൂരിൽ കുങ്കുമപ്പൂവ് അതിലടക്കം മായം ചേർത്തിട്ടാണ് വിൽക്കണതെന്ന്. അപ്പോൾ അതൊക്കെ ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് അനർത്ഥങ്ങൾ ഭഗവാൻ കൊടുക്കാതെയിരിക്കില്ല. കാരണം എന്താ, ഭഗവാൻ അല്ലല്ലോ കൊടുക്കണത്, അവരവരുടെ സ്വന്തം കർമ്മത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആത്മകാര്യം വരുമ്പോഴേക്കും ഈ വിധം മൂഢരാകയാം. അപ്പോൾ ഞാൻ അവിടെ വേറൊരു കമൻറ്റ് ചെയ്ത്, ഉത്സവാദികൾക്ക് ദക്ഷിണ കമ്മിയായതിനാൽ പോകാതിരിക്കരുത്. അല്ലേ? ഉത്സവാദികൾക്ക് ദക്ഷിണ കമ്മിയായതിനാൽ പോകാതിരിക്കുക. അന്ന് ഇത് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിനൊരാൾ സാക്ഷിയാണ്. അന്ന് എഴുതി വെച്ചതാ. അതായത് ഇതിപ്പോൾ എന്നാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇത് വായിച്ച് പഠിക്കുന്ന സമയത്താണ് ഉണ്ടായത്. ഒരു 3-4 കൊല്ലം മുമ്പത്തെ, അത് 5-6 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. എന്താവട്ടെ, ഇനി ഞാൻ അതിന് പേര് പറഞ്ഞില്ല. സ്ത്രീകൾക്കു പോലും ശ്രീകൃഷ്ണ പരമാത്മാവിൽ ഈ വിധം ഗൃഹബന്ധം മുറിച്ചിടും ഭക്തി. വീട് വിട്ട് പോവാൻ അവർ തയ്യാറാണ്.
സ്ത്രീകൾക്കു പോലും ശ്രീകൃഷ്ണ പരമാത്മാവിൽ ഈ വിധം ഗൃഹബന്ധം മുറിച്ചിടും ഭക്തി നാം ഓർക്കിൽ എന്തിനാം തപസ്സും വിദ്യയും പാർക്കിൽ ഇവർ ആശ്രമധർമ്മവും ഇല്ലെങ്കിലും നമ്മളെക്കാൾ എത്രയോ ബഹുമാന്യകൾ. ഇപ്പം സത്യത്തിൽ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠരേക്കാൾ ആ വിപ്രപത്നിമാർ എത്രയോ ഉപരി വലിയവരായി. അപ്പോൾ യജ്ഞം ചെയ്തിട്ടാണോ, യാഗം ചെയ്തിട്ടാണോ? അല്ല, ഭക്തി ഭക്തി ഭക്തി. തപസ്സും വിദ്യയും പാർക്കിൽ ഇവർ ആശ്രമധർമ്മവും ഇല്ലെങ്കിലും നമ്മളെക്കാൾ എത്രയോ ബഹുമാന്യകൾ. എന്നാലും ഗൃഹകാര്യത്തിൽ മുഴുകും നമ്മെ ഈ വിധം ആളെ പോലും അയച്ച് അമ്പാർന്നോർമ്മിപ്പിച്ചു ജഗൽഗുരു. അല്ലേ? എന്നാലും ഗൃഹകാര്യത്തിൽ മുഴുകും നമ്മെ ഈ വിധം ആളെ പോലും അയച്ച് അമ്പാർന്നോർമ്മിപ്പിച്ചു ജഗൽഗുരു. പക്ഷേ നമ്മൾ നിഷേധിച്ചു. അല്ലെങ്കിൽ ആത്മാരാമന് തുച്ഛരാകിയ നമ്മളാൽ വേണ്ടതെന്തോർക്കിൽ അവിടേക്ക് തോർത്താൽ കൃപ മാത്രമാം. നമ്മളെ അനുഗ്രഹിക്കുക, നമ്മുടെ കുടുംബത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മളോട് അന്നം ചോദിച്ചു എന്നല്ലാതെ കണ്ട് അദ്ദേഹത്തിന് മായാധിപനാണ് അല്ലേ, എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ആത്മാരാമന്, ആത്മാവിൽ രമിക്കുന്നവനെ തുച്ഛരാകിയ നമ്മളാൽ വേണ്ടതെന്തോർക്കിൽ അവിടേക്ക് തോർത്താൽ കൃപ മാത്രമാം. ഈശ്വരൻ തന്നെയാം ദ്രവ്യദേശകർമാദി സർവവും. അതാണ്, ഈശ്വരൻ തന്നെയാം ദ്രവ്യദേശ കർമാദി സർവവും. എന്നാൽ ആർക്ക് ആര് എന്തു നൽകാൻ അത് ഓർമ്മിപ്പിച്ചു നമ്മളെ. അന്നാണ് കൊടുക്കേണ്ടത് അത് അല്ലേ, അത് ഓർമ്മിപ്പിച്ചു പോകാൻ. പക്ഷെ നമ്മൾ ആ സമയത്തിനനുസരിച്ച് ഉയർന്നില്ല. അപ്പോൾ ബ്രഹ്മാദ്യർ പോലും സമയം നോക്കേണ്ടും അഖിലേശ്വരൻ. ബ്രഹ്മാവിന് പോലും പാലാഴി സമുദ്രതീരത്ത് പോയിട്ട് പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ ഭജിച്ചപ്പോൾ ഒരു തേജപുഞ്ചം കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളൊക്കെ സ്വസ്ഥാനത്തേക്ക് പോകുന്ന സമയമാകുമ്പോൾ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബ്രഹ്മാദ്യർക്ക് കൂടി കിട്ടാത്ത ദർശന സൗഭാഗ്യമാണ് നമ്മൾക്ക് കിട്ടേണ്ടിയിരുന്നത്. ഭഗവാൻ മാടി വിളിച്ചു നമ്മൾ പോയില്ല. പക്ഷേ 24 മണിക്കൂറും വീട് എന്ന് പറഞ്ഞ് കഴിച്ചു കൂട്ടുന്ന നമ്മുടെ സഹധർമ്മിണിമാർ ഭാഗ്യം ചെയ്തു. അവർക്ക് അതിൻ്റെ എന്താണെന്ന് പറയുക റൂട്ട് മനസ്സിലായി, അവർ ഓടിപ്പോയി. അപ്പോൾ ബ്രഹ്മാദ്യർ പോലും സമയം നോക്കേണ്ടും അഖിലേശ്വരൻ മനുഷ്യനെന്നു കാണിപ്പാൻ മാത്രം യാചിച്ചത് ഈ വിധം. മനുഷ്യനല്ലേ യാചിക്കുള്ളൂ, ഭഗവാൻ യാചിച്ച് കാണിച്ചു കൊടുത്തു. പക്ഷേ ഭഗവാന്റെ കൈക്കൊമ്പിളിൽ അന്നം കൊടുക്കാനുള്ള മഹാഭാഗ്യം അവർക്ക് കിട്ടിയില്ല. ഇപ്പം നമ്മളൊരു ഡയമണ്ട് കട്ട്, 2 മണി അവില്, 2 മണി മലര്, ഒരു ചെറുപഴം, ഒരു ശർക്കര ഭഗവാന് പ്രസാദിക്കണേ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കൂ. മനസ്സിലുണ്ടാവുന്ന ഒരു ഭാരം ഉണ്ടല്ലോ, മനസ്സിലുണ്ടാവുന്നൊരു ഭാരമുണ്ട്, അത് കമ്മിയോ. ഭഗവാനെ ഊട്ടുന്ന കൈകളാണ് എൻ്റേത്, അതിനുള്ളൊരു മഹാമനസ്സ് എനിക്കുണ്ട് എന്ന് നമ്മളൊന്ന് ഭാവന ചെയ്തു നോക്കൂ. അവരവരുടെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ആ വസിക്കുന്ന ദേവൻ, സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യം നമ്മളെ അനുഗ്രഹിക്കാതെ ഇരിക്കില്ല. എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യദുവംശത്തിൽ വിശേഷൻ പിറന്ന കഥ മുമ്പിൽ നാം കേട്ടിട്ടും ഓർത്തു നോക്കിയില്ല തെല്ലും മായാബലത്തിനാൽ. യദുവംശത്തിൽ വിശേഷൻ പിറന്ന കഥ മുമ്പിൽ നാം കേട്ടിട്ടും ഓർത്തു നോക്കിയില്ല തെല്ലും. കാരണം ഒരു പ്രഭു വന്നിരിക്കണു, പീറച്ചക്കന്മാരെന്നാണ് പറഞ്ഞത്, അധിക്ഷേപിച്ചതേ മായാണത് അല്ലേ. യദുവംശത്തിൽ വിശേഷൻ പിറന്ന കഥ മുമ്പിൽ നാം കേട്ടിട്ടും ഓർത്തു നോക്കിയില്ല തെല്ലും മായാബലത്തിനാൽ. എന്നാലും ഇത്രയും ഭക്തി ഉൾത്തിങ്ങിടുന്ന പത്നികൾ ഉണ്ടാകമൂലം എന്നേക്കും എത്രയും ധന്യരായി നാം. നമ്മൾ ധന്യരായി. ആര് കാരണം?
സ്ത്രീകൾ കാരണം. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി, ഒരു പുരുഷൻ നന്നായാൽ ഒരു വ്യക്തി നന്നായി എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പെൺകുട്ടികളെ നമ്മൾ നേരായ മാർഗത്തിൽ ഭക്തി ശ്രദ്ധ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. എന്നാലും ഇത്രയും ഭക്തി ഉൾത്തിങ്ങിടിന പത്നികൾ ഉണ്ടാകമൂലം എന്നേക്കും എത്രയും ധന്യരായി നാം നമസ്കരിക്കയാണ് ഞങ്ങൾ നന്ദഗോപപ്രിയാത്മജ. അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുകയാണ് ഞങ്ങൾ നന്ദഗോപപ്രിയാത്മജ. ബാഹ്യകാര്യങ്ങളിൽ തന്നെ മുഴുകിയിടുക കാരണം കൃപാനിധേ നിൻ മാഹാത്മ്യം അറിയാതെ ഞങ്ങൾ ഈ വിധം ചെയ്തു പോയുള്ള കുറ്റങ്ങൾ പൊറുക്കേണം മഹാപ്രഭോ. ഇതിങ്ങനെ വിളിച്ച് നിലവിളിക്കാം. നമസ്കരിക്കുകയാണ് ഞങ്ങൾ നന്ദഗോപപ്രിയാത്മജ. ബാഹ്യകാര്യങ്ങളിൽ തന്നെ മുഴുകിയിടുക കാരണം കൃപാനിധി നിൻ മാഹാത്മ്യമറിയാതെ ഞങ്ങൾ ഈ വിധം ചെയ്തു പോയുള്ള കുറ്റങ്ങൾ പൊറുക്കേണം മഹാപ്രഭോ. അന്ന് ഈ വിധം യാജ്ഞിക വിപ്രരുള്ളിൽ മിന്നീടും അമ്മാതിരി ഭക്തിയാർന്നും ഇന്ദീവരാക്ഷൻ്റെ അടുക്കലേക്കു ചെന്നീല കംസൻ്റെ ഭയം നിമിത്തം. അവസാനത്തെ ശ്ലോകം 30. അന്ന് ഈ വിധം യാജ്ഞിക വിപ്രരുള്ളിൽ മിന്നീടും അമ്മാതിരി ഭക്തിയാർന്നും ഇന്ദീവരാക്ഷൻ്റെ അടുക്കലേക്കു ചെന്നീല കംസൻ്റെ ഭയം നിമിത്തം എന്ന് കാരണമില്ലാണ്ടൊരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി വേദവ്യാസരുടെ തൂലിക ഒന്ന് കണക്ട് ചെയ്തു. കാരണമില്ലാണ്ട കാര്യം ഉണ്ടാവില്ല എന്ന്. ഇതി ശ്രീകൃഷ്ണ കഥാ അമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ അഷ്ടഷഷ്ഠിത സമർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.